അനിഴം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ ദോഷ കാലഘട്ടമായിരുന്നു. വളരെയധികം ദുരിത അനുഭവങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന കാലഘട്ടമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം. ഇപ്പോൾ അതൊക്കെ മാറി ആ ദുരിതങ്ങൾക്കൊക്കെ ഒരു അറുതി വന്ന് അവർക്ക് നല്ല അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലം. ഈ നക്ഷത്രക്കാരുടെ 4 കൂടിയാണ് ശനി സഞ്ചരിക്കുന്നത്, 7 കൂടി വ്യാഴവും. അതായത് വ്യാഴം കേന്ദ്രത്തിൽ കൂടി സഞ്ചരിക്കുകയാണ്. കേന്ദ്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം രാജയോഗം തരും എന്നാണ് കണക്ക്. മാത്രമല്ല, ഈ വ്യാഴം മൗഢ്യാവസ്ഥയിലുണ്ടായിരുന്ന വ്യാഴം ഈ ജൂൺ 3 മുതൽ മൗഢ്യമൊക്കെ മാറി വളരെ ബലവാനായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം മേന്മയേറിയ അനുഭവങ്ങൾ കൊടുക്കുവാനായിട്ട് ഈ വ്യാഴം പ്രാപ്തനാണ്. അതുകൊണ്ട് ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ഈ വ്യാഴം ഈ 7 കൂടി സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് ഗുണാനുഭവങ്ങൾ ധാരാളം ഉണ്ടാകും. ഇവരുടെ തൊഴിൽ രംഗം മെച്ചപ്പെടും. എന്ത് തൊഴിൽ ചെയ്താലും അതിൽ നിന്നൊക്കെ നേട്ടം ഉണ്ടാക്കാൻ പറ്റിയൊരു കാലഘട്ടമാണ്. അങ്ങനെ തൊഴിൽ അഭിവൃദ്ധി വന്ന് ഇവർക്ക് മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയും വന്നു ചേരും. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ നടക്കും, നല്ല രീതിയിൽ ധനം വന്നു ചേരും. പക്ഷേ വലിയ വലിയ ബിസിനസ്സുകൾ, അതായത് ഫാക്ടറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ധാരാളം തൊഴിലാളികളെ വെച്ച് തൊഴിൽ ചെയ്യിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ചില തൊഴിൽ തർക്കങ്ങളോ സമരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നുപെട്ട് ചെറിയ ചെറിയ സാമ്പത്തിക ക്ലേശങ്ങൾ, മാന്ദ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ തടസ്സങ്ങളൊക്കെ വന്നുകൂടാനുള്ള ഒരു സാധ്യത കൂടി ഈ കാലഘട്ടത്തിലുണ്ട്. അതുപോലെ ഇവർക്ക് ദീർഘകാലമായിട്ട് സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ്. സന്താനങ്ങൾക്കുള്ളവർക്ക് ഈ സന്താനങ്ങളുടെ വിവാഹമൊക്കെ നടക്കും. നല്ല മെച്ചപ്പെട്ട ഒരു പഠനാവസരം ഉണ്ടാകും. വിദേശത്ത് പഠിക്കാൻ പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. ഒരു പക്ഷേ ഇവരുടെ സന്താനങ്ങൾ വിദേശത്ത് ജോലിക്ക് പോകാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകും. സർക്കാർ ജീവനക്കാർക്കും വളരെ അനുകൂല കാലഘട്ടമാണിത്. അവർക്ക് സർക്കാർ ജോലിയിൽ പ്രൊമോഷനൊക്കെ വരും. മേലധികാരികളുടെ പ്രീതി ഉണ്ടാവും. ഉദ്ദേശിച്ച സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സർക്കാർ ജീവനക്കാർക്ക് പ്രായേണ മെച്ചപ്പെട്ട കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഈ സഹോദരന്മാരായിട്ട് എന്തെങ്കിലും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സഹോദരന്മാരായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അതുപോലെ തർക്കത്തിൽ കിടക്കുന്ന ഇവരുടെ കുടുംബ സ്വത്തുക്കൾ ഒക്കെ ഈ തർക്കങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിച്ച് അതൊക്കെ വിറ്റുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുവഴി അവർക്ക് കുറെ ഈ നക്ഷത്രക്കാർക്ക് പണം വന്നു ചേരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുപോലെ ദീർഘകാലമായിട്ട് ഇവർക്ക് വിവാഹമൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് വിവാഹമൊക്കെ നടക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ വിവാഹം നടക്കും. അത് നല്ല രീതിയിൽ നല്ല ഇഷ്ടപ്പെട്ട വിവാഹം, മെച്ചപ്പെട്ട മേന്മയേറിയ വിവാഹം, അതിനൊക്കെ ഇവർക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദേശയാത്രകളൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്രകളൊക്കെ പോകാൻ പറ്റിയ ഒരു അവസരമാണിത്. വിദേശയാത്രകൾ, അതുപോലെ തന്നെ ഈ തീർത്ഥാടന യാത്രകൾ, ദീർഘകാലമായിട്ട് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന കാശിയോ രാമേശ്വരോ അല്ലെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു യോഗം കൂടി ഇവർക്ക് ഈ കാലഘട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ പുതുതായിട്ട് ഭൂമി വാങ്ങാം, വാഹനം വാങ്ങാം. വാഹനം വാങ്ങുമ്പോൾ പുതിയ വാഹനം പ്രായേണ കുറവായിരിക്കും. നല്ല രീതിയിലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ, അതിനായിരിക്കും കൂടുതൽ സാധ്യത കൂടുതൽ. സെക്കൻഡ് ഹാൻഡ് വാഹനം എന്ന് വെച്ചാൽ മോശപ്പെട്ട വാഹനം എന്നല്ല ഉദ്ദേശിച്ചത്, മേന്മേറിയ വാഹനങ്ങൾ. എന്നാൽ ചിലപ്പോൾ പുതിയ വാഹനമായിരിക്കില്ല, മെച്ചപ്പെട്ട സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങാനാണ് കൂടുതൽ സാധ്യത. അതുപോലെ ഗൃഹനിർമ്മാണം, നല്ല രീതിയിലുള്ള ഗൃഹനിർമ്മാണം, ഇതൊക്കെ നടത്താനായിട്ട് ഇവർക്ക് സാധിക്കും. ഇതിനൊന്നും ഒട്ടും തടസ്സമുള്ള കാലഘട്ടമല്ല. പിന്നെ ഇവരുടെ ഈ കടങ്ങളൊക്കെ, ദീർഘകാലമായിട്ട് ഇവർക്ക് ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ ഈ കടങ്ങളൊക്കെ തീർന്നു പോകും. അതുപോലെ ഈ ലോണൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ലോണുകളൊക്കെ, സർക്കാരിൽ നിന്ന് ധനസഹായം, ലോണ് അങ്ങനെയൊക്കെ വീണ്ടും കിട്ടും. അതുപോലെ ഗവൺമെന്റ് കോൺട്രാക്ടർമാർക്കൊക്കെ കുറച്ചുകൂടി, അതുപോലെ ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് ഏർപ്പെടുത്തുന്നവർക്ക്
മെച്ചപ്പെട്ട കാലമാണിത്. ഇങ്ങനെ പ്രായേണ ഈ വ്യാഴം അനുകൂലമാണെങ്കിലും 4-ൽ കൂടി സഞ്ചരിക്കുന്ന ശനീശ്വരൻ ഇവർക്ക് ദോഷപ്രദമായ കാര്യങ്ങൾ, അതായത് തടസ്സങ്ങൾ ഉണ്ടാക്കും. ഇത്ര മേന്മേറിയ കാര്യങ്ങൾ അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തനാണ് ഈ 4-ൽ കൂടി സഞ്ചരിക്കുന്ന ശനി. അപ്പൊ ശനി പ്രീതികരമായ വഴിപാടുകൾ ചെയ്യണം. അതായത് ശനിയാഴ്ച തോറും ശാസ്താവിന് എള്ളുതിരി എത്തിക്കണം. അതുപോലെ പക്ക പിറന്നാൾ തോറും നീലാഞ്ജനം വഴിപാട് കഴിക്കുക. പിന്നെ ശിവന് ശനിയാഴ്ചകളിൽ ധാര കഴിക്കുന്നതും മുൻവിളക്ക് പിൻവിളക്ക് കത്തിക്കുന്നതും അത്യുത്തമമാണ്. ഈ കാര്യങ്ങളൊക്കെ സാമാന്യ ഫലങ്ങളാണ്. ഓരോരുത്തരുടെയും ജന്മസമയവും അതുപോലെ ദശാകാലവും അനുസരിച്ച് ഈ അനുഭവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്തേ.